വൈവിധ്യങ്ങളുടെ ഉത്സവമായി ഡിഫറൻഷ്യ സംഘടിപ്പിച്ചു. ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ ഗ്ലോബൽ ഡെമോക്രസി, ഐസ്, റോട്ടറി ക്ലബ്ബ്, സെൻസിബിലിറ്റി ബുക്സ് എന്നിവ ചേർന്നാണ് പരിപാടി നടത്തിയത്. കലയിലൂടെ ജനാധിപത്യത്തിൻ്റെ നൂതനാവിഷ്കാരങ്ങൾ ചികിഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിഫറൻഷ്യ നടന്നത്. ജെൻഡർ ആൻഡ് ഡെമോക്രസിയിൽ വിദഗ്ധർ ഉൾപ്പെടുന്ന സംവാദം, ചിത്രകാരന്മാരുടെ ഒറ്റച്ചിത്ര സാക്ഷാത്കാരം, പുസ്തക പ്രകാശനം, തെരുവിലെ കൊട്ടും പാട്ടും, നാടകം, നൃത്തം തുടങ്ങിയവ ഡിഫറൻഷ്യയുടെ ഭാഗമായി നടന്നു. സംവാദത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖരായ ശീതൽ ശ്യാം, അഞ്ജന ജോർജ്, ഡോക്ടർ ബിജു കൂനത്താൻ, മനോജ് മുത്തേടൻ, സിനിമാതാരം സുധി കോഴിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിക്കലും ഒരു രാജ്യത്തും തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ഇന്ത്യയിലാണ് തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. ട്രാൻസ്മെൻഷനെ സൂചിപ്പിക്കാനായിട്ട് തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 2014 നാഷണൽ സർവീസ് അതോറിറ്റിയുടെ പെറ്റീഷനായിട്ടുള്ള നെൽസ ജഡ്ജ്മെൻറ്റിൽ മലയാളിയായിട്ടുള്ളൊരു ജഡ്ജാണ് തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചത്. അതല്ലാതെ ഗ്ലോബലി ഒരു വ്യക്തികളും തേർഡ് ജെൻഡർ എന്നുള്ള പദം അല്ലെങ്കിൽ ഒരു രാജ്യമോ തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കാതൽ എന്നൊരു സിനിമയിൽ 2 പുരുഷന്മാർ തമ്മിലുള്ള ജെൻഡർ എന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. ആ ജെൻഡർ അല്ല, ശരിക്കും സെക്ഷുവാലിറ്റിയാണ്, ലൈംഗികതയാണ്. ആ പുരുഷന്മാർ സിസ് ഹെട്രോ പുരുഷന്മാരാണെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ ലൈംഗികത, അതിൻ്റെ ഓറിയൻറ്റേഷൻ, അട്രാക്ഷൻ, പ്രിഫറൻസ്, ചോയ്സ്, ഇതൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ആ 2 പുരുഷന്മാർ സമൂഹത്തിന് മുമ്പിൽ പ്രശ്നക്കാരാവുന്നത്. അതാണ് ജെൻഡർ സെക്ഷുവാലിറ്റി എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത്, അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഈവൻ നമ്മുടെ സൊസൈറ്റി, ലോ, മാധ്യമം, കല, അങ്ങനെ പല മേഖലകളിലും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നോളജ് സെൻസ് നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യു പ്രദീപ് മോഡറേറ്ററായിരുന്നു. അതായത് ജെൻഡർ ഡെമോക്രസിക്ക് അപ്പുറത്ത് ഡിസ്ക്രിമിനേഷൻ, അവകാശങ്ങൾ എന്നീ 2 വിഷയങ്ങളിൽ ശീതൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ വിചിന്തനം, ഒരുപക്ഷെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ ഇൻ്റർസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ വിഷയം അവർ വെറുതെ പറഞ്ഞൊന്നുമല്ല, അത് വളരെ ബോധപൂർവവും ശക്തമായും ഈ വേദിയിൽ ഉന്നയിച്ചു തന്നെയാണ്. ജെൻഡർ മാത്രമല്ലല്ലോ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അഭയാർത്ഥികളെക്കുറിച്ചുള്ള നിലപാട്, കുടിയേറ്റക്കാരെക്കുറിച്ചുള്ള നിലപാട്, ഈ ഇൻ്റർസെക്ഷുവാലിറ്റിയിലെ ഏറ്റവും വലിയ ആപത്തുകൾ അത് അംഗീകരിക്കാനുള്ള വിമുഖത, അത് നമ്മളോട് പങ്കുവച്ച ഒരു ശക്തമായ വാക്കുകളെ നമുക്ക് എങ്ങനെ അഭിനന്ദിക്കണം എന്ന് പോലും എനിക്ക് അറിയില്ല. അത്രയും ശക്തമായിട്ടാണ് ശീതൽ ഇവിടെ അത് വിളിച്ചത്. ശീതൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ നമുക്ക് ഈ വേദി അവസരം ഒരുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.